ബാലു, പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടി, ബാലുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ നാലാമതൊരാൾ വരാനുള്ള ഒരു സാധ്യത ചെറുതായൊക്കെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു വൈൽഡ് ചാൻസ് ഉണ്ടോ? ഇനി ഇതൊന്നുമല്ലാത്ത ഒരാൾ ഈ തർക്കം പരിഹരിക്കാൻ മറ്റൊരാളുടെ പേരിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ നിലവിൽ? ശ്രീജ, ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്നുള്ള ഒരു സാധ്യതയൊന്നും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇനിയൊരു വൈൽഡ് കാർഡ് എൻട്രി കാര്യം കൊണ്ട് പറയാൻ പറ്റത്തില്ല. ആരായിരിക്കും? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ പേര് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കുറേ ദിവസമായിട്ട്. ശശി തരൂർ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് കൂടി പറഞ്ഞപ്പോൾ ഈ 3 പേരിലും പെടാത്ത, അതായത് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, മറ്റൊരു നേതാവിന്റെ ചിത്രം മുഖ്യമന്ത്രിയാകണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കണ്ടിരിക്കുന്നത് അത് ഡോക്ടർ ശശി തരൂരാണ്. പുള്ളിയുടെ അണികൾ, ആരാധകർ, ഭക്തർ ആരിലൊക്കെ ആയിരിക്കാം. പിന്നെ ഉള്ളത് തിരുവഞ്ചൂർ, സീനിയർ മോസ്റ്റ് ആണല്ലോ. തിരുവഞ്ചൂർ ആഗ്രഹിച്ചാൽ പുള്ളിയെയും കുറ്റം പറയാനില്ല. ഇപ്പോൾ VD സതീശൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്, VD സതീശനെ പടങ്ങിക്കഴിഞ്ഞാൽ VD സതീശൻ പാർട്ടി വിടും. KC വേണുഗോപാലിനെ പടങ്ങിക്കഴിഞ്ഞാൽ KC വേണുഗോപാലാണുള്ള കേന്ദ്രത്തിൽ രാഹുലിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും, ബിസിനസ്സും രാഷ്ട്രീയപരമായ കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ആയ ഒരു വ്യക്തി. ഇപ്പം പുള്ളിയെ പറഞ്ഞു വിടുമ്പം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, പുള്ളിയുടെ സമയം കഴിഞ്ഞു, പുള്ളിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നോർത്തിലുള്ള പലരും പറയുന്നത് പുള്ളി ഇനി നിൽക്കണ്ട. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പല സ്ഥലത്തും പരാജയം ഉണ്ടായിട്ടുണ്ട്. ഈ പരാജയമൊക്കെ നടക്കുമ്പം KC വേണുഗോപാലാണ് അതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ച നോർത്തിലെ പല കേസുകളും. അപ്പം പുള്ളി ഒരു സക്സസ് അല്ല എന്നാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അയാളെ മാറ്റിയിട്ട് നോർത്തിൽ നിന്ന് തന്നെ ഒരാളെ എടുക്കണമെന്നാണ് ഈ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള ആൾക്കാർ പറയുന്നത്, കേന്ദ്രത്തിൽ. അതിനാൽ KC വേണുഗോപാലിന് സെൻഡ് ഓഫ് കൊടുത്ത് വിടണം. അയാളെ വെറുതെ വിടാൻ പാടില്ല. അയാളെ അവിടെ നാട്ടിൽ ചെന്നാൽ നല്ലൊരു പൊസിഷൻ. അപ്പം കേരളം ജയിക്കുമെന്ന് കേരളത്തിൽ VD സതീശൻ പറഞ്ഞ 100-ന് മുകളിൽ വിജയമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ലോട്ടറി അടിച്ച് കിട്ടിയില്ലേ, എന്നാൽ പിന്നെ കേസിനെ പിടിച്ച് അങ്ങോട്ടാക്കുവാണെങ്കിൽ ആ ബേർഡൻ അങ്ങോട്ട് മാറി. പറയുമ്പോൾ മുഖ്യമന്ത്രിയാക്കിയാണല്ലോ വിട്ടുള്ളത്. പിന്നെ നിൽക്കുമോ നിൽക്കാതിരിക്കുമോ, പുള്ളി അടുത്ത പ്രാവശ്യം വിജയിക്കുമല്ലോ എന്നുള്ളതും രാഹുൽ ഗാന്ധിയെയും പുള്ളിയുടെ ആൾക്കാരെ സംബന്ധിച്ച്. രമേശ് ചെന്നിത്തല പടങ്ങി കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും? പുള്ളി ഈ പൊളിറ്റിക്സ് സ്റ്റോപ്പ് ചെയ്യും. കാരണം പുള്ളിയെ സംബന്ധിച്ച് ഓൾറെഡി പുള്ളി നിർത്തിയ പോലെയാണ് 5 വർഷമായിട്ട്. ഇപ്പം പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരു അവസരം കിട്ടുമോ അറിയാൻ വേണ്ടിയാണ് മുന്തി കയറി വന്നിരിക്കുന്നത്. ഇനി അവസരമല്ല, പുള്ളി വീണ്ടും ഷെഡിലോട്ട് പോകും. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം 4ാമത് ഒരാളെന്ന് പറയുമ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയാണ്. 3 പേരുടെയും പ്രശ്നം എന്താണ്? അവനാകല്ല്, ഞാനായില്ലേലും അവനാകല്ല്, അവനായില്ലേലും മറ്റവനാകല്ല്, അങ്ങനെയൊക്കെയുള്ള അവർ പറയാതെ പറഞ്ഞ് അവർ മുമ്പോട്ട് വെച്ച് നിന്ന VD സതീശനെയാണ്. അങ്ങനെ മാറ്റിയിട്ട് അവസാനം വൈൽഡ് കാർഡ് എൻട്രിയിലോട്ടുള്ളൊരു പോക്കാണ് കാണുന്നത്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുക, എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്തത്? നമ്മുടെ മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട്. ഇനി വൈൽഡ് കാർഡ് എൻട്രി വരുവാണെങ്കിൽ ശശി തരൂർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ സ്ത്രീകൾ, അതും പ്രതീക്ഷിക്കാം. കണ്ടറിയേണ്ട വരും. എന്താണെങ്കിലും മുസ്ലിം ലീഗ് പ്രിയങ്ക ഗാന്ധിയെ കയറി കണ്ട് കാര്യം സംസാരിച്ചിട്ട് ലീഗിനെ സംബന്ധിച്ച് ലീഗിന്റെ നിലപാട് പറയാമല്ലോ. ലീഗ് കഴിഞ്ഞ ഇടയ്ക്ക് നിലപാട് പറഞ്ഞപ്പം ഭയങ്കരമായിട്ടും മാത്യു കുഴങ്ങാടിനൊക്കെ ഭയങ്കര ബോളായിരുന്നു. ലീഗിന്റെ അകത്ത് അഭിപ്രായം പറയാൻ അവർ വ്യക്തികളുടെ പേര് പറയുന്നില്ല, ജനവികാരം കണ്ട് വേണം നിലപാടെടുക്കാൻ എന്നവർ പറയുമ്പോൾ ഇവർക്ക് തന്നെ എത്ര കൊള്ളുന്നത്. പ്രിയങ്കയെ സംബന്ധിച്ച് ഇനിയും നിൽക്കേണ്ടതാണ്. വയനാടൊക്കെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പെടുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ലീഗ് പറയുമ്പം തള്ളിക്കളയാൻ പറ്റില്ല. UDF എന്ന് പറയുന്നതിനകത്ത് ലീഗ് ഉൾപ്പെടുന്നേ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി എന്നല്ലേ ഇവർ എപ്പോഴും പറയുന്നത്. എന്നിട്ട് എന്തേ ലീഗ് എന്ന് പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്ക് ഇല്ലേ? ലീഗ് പറയും. ലീഗ് പറയുന്നത് ലീഗിന്റെ പ്രവർത്തകരുടെ വികാരമാണ്, ജനങ്ങളുടെ വികാരമാണ്. കേരളത്തിൽ നിന്ന് കരുണാകരൻ്റെ മകൻ മുരളീധരനും ഈ കാര്യം സംസാരിച്ച് രാഹുൽ ഗാന്ധി നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഷാഫി പറമ്പിൽ VD സതീശനെ അനുകൂലിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും സ്ഥാനമാണ് വേണ്ടത്. VDയുടെ കുടുംബത്തിലല്ല, KCയെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കേന്ദ്രത്തിലോട്ട് പോകേണ്ട വന്നാൽ ആ ഒരു അവസരം, ഇതൊക്കെയാണ് അവർ ചിലപ്പം കാണുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് അല്ല, അവർക്ക് എല്ലാവരും അവരുടെ സ്ഥാനം പിടിച്ചു നിർത്തുക. ഇവർ തന്നെ പറഞ്ഞില്ല, ഇവിടെ പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്, ആർക്കും ആരെയും പിന്തുണയ്ക്കാം, അതിന് തെറ്റൊന്നുമില്ല. ഗ്രൂപ്പ് കളിക്കുന്നതിനും കുഴപ്പമുണ്ടായെന്ന് ഇവർ പറയുന്നു. പക്ഷേ ഗ്രൂപ്പാണ് ഇവിടുത്തെ മെയിൻ. ഗ്രൂപ്പ് കളിച്ചാലേ ഇവർ അവസരം കൊടുക്കും എന്നുള്ളത് ഇപ്പം നഗ്നസത്യം നമുക്ക് മനസ്സിലായി. നേരത്തെ പറഞ്ഞാൽ ഗ്രൂപ്പെല്ലാം ഞങ്ങൾ നിർത്തി, ഇനി കോൺഗ്രസിൽ ഗ്രൂപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഗ്രൂപ്പ് നോക്കി തന്നെയാണ് സ്ഥാനാർത്ഥികളെ എടുക്കുന്നുള്ളത് നഗ്നസത്യം നമ്മളിപ്പം മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഷാഫി കമന്റ് ബോക്സിലൊക്കെ ഷാഫിയുടെ എന്നാലും ഷാഫിക്ക നിങ്ങൾ, പിന്നെ സന്ദീപ് വാര്യർ, ഞാൻ വിചാരിച്ചില്ല സന്ദീപ് വാര്യർ. ഓരോ വ്യക്തികൾക്കും പൊതുവേദിയിൽ കാണുമ്പോൾ അവർ പ്രകടമാക്കുന്ന രാഷ്ട്രീയ സൗഹൃദവും അല്ലാതെ പേഴ്സണലി അവർക്കൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയ സൗഹൃദങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഇവരുടെ എല്ലാം രാഷ്ട്രീയപരമായി ഇവർ സൗഹൃദം പുലർത്തുന്ന വ്യക്തിയാണ് KC വേണുഗോപാൽ. പ്രത്യക്ഷത്തിലില്ലെങ്കിലും അവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് അവർക്ക് മുമ്പോട്ട് കിട്ടാൻ വേണ്ടി ഒരു മാറ്റി വെച്ചിരിക്കുന്ന ഒരു സൗഹൃദമാണ്. അപ്പോൾ അയാൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അവസരങ്ങൾ കൂടുതൽ കിട്ടും, അവർക്ക് മുമ്പോട്ട് കുറച്ചുകൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ആയിരിക്കും ഇവർ വിശ്വസിക്കുന്നത്. അവരുടെ ഇഷ്ടമാണല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊടിക്കുന്നേൽ സുരേഷ് ഓണത്തിൻ്റെ ഇടയ്ക്ക് കൂട്ടുകച്ചവടം, ഇവിടെ ഇത്രയൊക്കെ പ്രശ്നം നടക്കുമ്പോൾ അളിയൻ അതിൻ്റെ ഇടയിൽ കൂടെ അളിയൻ്റെ പരിപാടി നടത്തി അളിയൻ എങ്ങനെയും ഒരു സ്ഥാനം, പുള്ളിക്ക് വേണ്ട സ്ഥാനം പുള്ളി എടുത്ത് മാറ്റി വെക്കാൻ പുള്ളി നോക്കുന്നു. എന്നാലും കൊള്ളാം.
ഈ ഒരു മാനസികാവസ്ഥ സമ്മതിച്ച് ഇത്രയും പ്രശ്നം നടക്കുമ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ പുള്ളി ചരട് വലിക്കുകയാണ്. എല്ലാവർക്കും സ്ഥാനമാണ്. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരം പണിയെടുത്തവർക്കൊന്നുമില്ല. അധികാരമാണ് പ്രശ്നം. വിജയ് കണ്ടില്ലേ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആളുകൾക്ക് വേണ്ടത് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെയുള്ള നേതാക്കളൊന്നും ഇതൊന്നും മനസ്സിലാക്കുന്നുണ്ടോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി തൂക്കാനും കുതികാല് വെട്ടാനും അവസരങ്ങൾ കിട്ടാനും ഒക്കെ അവർ നോക്കും. നാട് ജനത വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എല്ലാവരും വന്ന് ഇരക്കും. വോട്ട് കിട്ടിക്കഴിയുമ്പം കടക്ക് പുറത്ത്. ഇത് തന്നെയല്ലേ പിണറായി വിജയനും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നയം തന്നെയാണ് എല്ലാ നേതാക്കളും. അതായത് നേതാവായി വോട്ട് ചെയ്ത് ജയിച്ചു കഴിയുമ്പം അവരുടെ മികവാണ്, ജനമാണ് ജയിപ്പിച്ചത്, ജനം തന്ന സൗഭാഗ്യമാണ് എന്നുള്ള അവർ മറന്നിട്ട് പിന്നീട് അവർക്കങ്ങ് പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും കൂറും അങ്ങ് മാറുവാണ്. എൻ്റെ പ്രസ്ഥാനം ഇതാണ്, എൻ്റെ പ്രസ്ഥാനം അതാണ്, എൻ്റെ പ്രസ്ഥാനത്തിന് അതുണ്ട് ഇതുണ്ട് എന്നുകൊണ്ട് അങ്ങോട്ട് തള്ളി അങ്ങ് പണ്ടറടക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ പഠിപ്പിക്കുകയാണ് ഇവരുടെ പ്രസ്ഥാനത്തിൻ്റെ കഴിവും മികവറ്റ പ്രസ്ഥാനവും. നമ്മളതിനെ മനസ്സിലാക്കണം. ഡിവൈൻ പ്രോസസ്സ് ഇതൊക്കെ നമ്മളെ എന്തിനാണ് പഠിപ്പിക്കുക? വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങളാലും പറഞ്ഞില്ല എൻ്റെ പ്രസ്ഥാനം പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. നിങ്ങളുടെ ഒരുത്തൻ്റെ ഫോട്ടോയും വെച്ചിട്ട് അതിൻ്റെ കീഴെ നിങ്ങളെയും വെച്ചിട്ട് വോട്ട് തരണേ, നമ്മളെ വിജയിപ്പിക്കണം, നമ്മൾ പിണറായി വിജയൻ്റെ ഭരണത്തെ നമ്മൾ തകർത്ത് തിരിച്ചു വരും, നാട്ടിൽ ബെറ്റർ ലിവിംഗ് ഉണ്ടാക്കും, ഇതൊക്കെ മാറും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കേന്ദ്രത്തിൽ നിന്നുള്ള സാറന്മാരാ തീരുമാനിക്കുന്നതെന്നും ഇത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇയാളല്ലെന്നും ഞങ്ങൾ ആരും ഇതുമായിട്ട് ബന്ധമില്ല. നിങ്ങളിത് വോട്ട് ഓടിക്കാൻ വരുമ്പോൾ സാധാരണക്കാരായ ജനതയോട് ഇതൊക്കെ പറയാറുണ്ടോ? ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിപ്പം അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി അല്ലേ? ഒരു കാര്യം ചെയ്യും, ആ അലൻ ജോസ് പെരേര ഉണ്ടല്ലോ, പുള്ളിയെ വിളിച്ചോണ്ട് വാ. പറ്റിയ സാധനമാണ്, നിങ്ങളുടെ വൈൽഡ് കാർഡ് എൻട്രിക്ക് പറ്റിയ ആളാണ്. പുള്ളി വന്ന പുള്ളിയുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, പുള്ളി ആ ഡാൻസ് ഒക്കെ ചെയ്ത് മുഖ്യമന്ത്രി കസേരയോട്ട് കയറിയിരുന്നോളും. കൂടെ മറ്റേ ആറാട്ടണ്ണനെയും മറ്റേ അഭിലാഷ് ഏട്ടനയുടെ കൂടെ എടുത്ത് അവരുടെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. ആ യൂണിവേഴ്സ് നിന്നുകൊണ്ട് അവർ കേരളത്തെ ഭരിച്ചോളും. അലൻ ജോസ് പെരേരയ്ക്ക് വേണ്ടി ഒരു റീ എലക്ഷൻ വെക്കും. നമ്മളുടെ ഇടയ്ക്ക് ഒരു കരക്കമ്പി ഉണ്ടായിരുന്നത് AJP ഈസ് ബെറ്റർ ദാൻ BJP. ഇപ്പം എനിക്ക് തോന്നുന്നു AJP ഈസ് ബെറ്റർ ദാൻ UDF.